മോളെ ജാനി മോളെ മോളെന്താ അച്ഛൻ വിളിച്ചിട്ട് വിളിയേക്കാത്തത്? മോളു വേണ്ടല്ലോ. ഒച്ചടാ പിണങ്ങിയോ? എല്ലാവരും പോയി. അച്ഛൻ എവിടെയായിരുന്നു? അച്ഛൻ വൈകി പോയല്ലേ? സാരില്ല കേട്ടോ, സോറി. പോവാം. എന്താടാ ജാനിക്കുട്ടി, അച്ഛൻ വന്നല്ലോ. എന്തു പറ്റി ഇത്രയും വൈകിയത്? എല്ലാരും പോയല്ലോ. വൈഫിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി. എന്തു പറ്റി? ഒരു തലവെട്ടില്. ആഹാ, അത്രേ ഉള്ളോ? ജാനി ഇവിടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇത്തിരി പിണക്കത്തിലാ. ജാനിയുടെ പിണക്കമൊക്കെ പെട്ടെന്ന് മാറിക്കോളും, ഇല്ലേ മോളെ? ശരി. അമ്മ എന്തിയാ അച്ഛാ? മോളിറങ്ങ്, നമുക്ക് നോക്കാം. അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ. മോളു, ഞാൻ ഇവിടെയാ. അമ്മേ, മോളിങ് വന്നേ. ഇല്ല. വാട ചക്കരേ. എന്തു പറ്റി എന്റെ മോൾക്ക്? എന്നെ കൊണ്ടുപോകാൻ ആരും വന്നില്ല. അയ്യോ, അച്ഛൻ വന്നില്ലേ മോളെ കൂട്ടിക്കൊണ്ടുവരാൻ? വേണ്ട. മോളിങ് അടുത്ത് വന്നേ, അമ്മ ചോദിക്കട്ടെ. മോള് പിണങ്ങിയിരിക്കുകയാണ് അമ്മയോട്. അച്ഛൻ മോളെ കൊണ്ടുവരാൻ വന്നപ്പോ ലേറ്റ് ആയില്ലേ? ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എല്ലാരും പോയി. സാരമില്ല കേട്ടോ, അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലേ അച്ഛൻ വരാൻ വൈകിയത്. അമ്മയ്ക്ക് സുഖയല്ലേ? ഇല്ലട ചക്കരെ. എന്തു പറ്റി അമ്മേ? പനിയാണോ? പനിയൊന്നും അല്ലടാ. അമ്മയ്ക്ക് അമ്മയുടെ വയറ്റില് ഒരു കുഞ്ഞു വാവ ഉണ്ടാവാൻ പോണു. കുഞ്ഞു വാവയോ? ഒരു കുഞ്ഞു വാവ. ഈ വയറ്റിലോ? അതേടാ. എവിടെ അമ്മേ? വയറ്റിനുള്ളില്. അയ്യോ, അതിന് ശ്വാസം മുട്ടൂലേ? അമ്മയുടെ മൂക്കിൽ കൂടെ വലിച്ചെടുക്കുന്ന ശ്വാസം കുഞ്ഞു വാവയ്ക്കും കിട്ടുന്നുണ്ട്. അമ്മ ഇങ്ങനെ ശ്വാസം വലിക്കോ? അത്രയൊന്നും വേണ്ടടാ, കുഞ്ഞു വാവയല്ലേ, ഇത്തിരി മതി. കുഞ്ഞാവ എന്തിനാ അമ്മ ഇതിനകത്തിരിക്കുന്നേ? അമ്മയുടെ വയറ്റിനകത്ത് കിടന്ന് കുഞ്ഞുവാവ ഉറങ്ങുക. എപ്പോഴും ഉറക്കമാണോ അമ്മേ? കൊറേ ദിവസം ഉറങ്ങും. എപ്പോഴാ കുഞ്ഞാവ എണീറ്റ് വരുന്നേ? കൊറേ ദിവസം കഴിയുമ്പോ വരും. അന്നേരം ജാനി മോൾക്ക് കുഞ്ഞുവാവയുടെ കൂടെ കളിക്കാം, ചിരിക്കാം, ഓടി നടക്കാം, കൂട്ടുകൂടാം. നല്ല രസമായിരിക്കുമല്ലേ? പിന്നെ ജാനിക്കുട്ടിക്ക് ആരെയാ വേണ്ടത്? ഒരു കുഞ്ഞനിയത്തെ വേണോ, ഒരു കുഞ്ഞനീനെ വേണോ കൂട്ടിന്? കുഞ്ഞനീനെ മതി.
അമ്മ തരാട്ടോ. കുറച്ചു നാളുകൂടെ കഴിയട്ടെ. അച്ഛാ, ഓ അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞാവാ. ഓ ഇതാര് പറഞ്ഞു? അമ്മ പറഞ്ഞല്ലോ. നേരാണോടെ രത്നമ്മേ? ഉം. ആ, അച്ഛാ, ഓ വാ. എങ്ങനെ അച്ഛാ കുഞ്ഞാവ അമ്മയുടെ വയറ്റിൽ കയറിയിരുന്നേ? ആ കുഞ്ഞുവാവ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് വലുതാവണ്ടേ? ഇത്രയും നാളെന്താ വലുതാവത്തെ? ആ, എന്റെ ജാനിക്കുട്ടി വലുതാവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവൻ. അവനെ ഒരു ചേച്ചി വേണമെന്ന്. അവനെ എടുത്തോണ്ട് നടക്കണം, അവന് കഥ പറഞ്ഞു കൊടുക്കണം, പാട്ട് പാടി കൊടുക്കണം, അവന് ചോറ് വാരി കൊടുക്കണം. അതിനൊക്കെ ആരുണ്ട്? ഞാൻ. ആ. ഞാനല്ല അച്ഛാ. ആ എന്റെ മോള് തന്നെ. ആ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലേ എന്റെ മോള് വലുതാവണ്ടേ? ഇപ്പൊ ഞാൻ വലുതായ അച്ഛാ? കുറച്ചും കൂടി വലുതാവാൻ ഒരു 8 മാസം കൂടി വലുതായാ മതി. 8 മാസോ? അത് എത്ര ദിവസം അച്ഛാ? അത് കുറേ ദിവസം അമ്മയുടെ വയറ്റിൽ കിടന്ന് അവനിങ്ങനെ വലുതായി 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 വരും. എന്നിട്ട് ഒരു ദിവസേ നോക്ക്, അവനിങ്ങനെ മേ മേ എന്ന് കരഞ്ഞോണ്ട് പുറത്തേക്ക് വരും. അച്ഛാ, എന്താ ജാനിക്കുട്ടി? എന്താ? അച്ഛൻ എന്താ അച്ഛ ഇതെല്ലാം ചെയ്യുന്ന? ഏതെല്ലാം? അമ്മ ചെയ്തോണ്ടിരുന്ന ജോലിയൊക്കെ. അതോ, അതേ അമ്മ വയ്യാതായതുകൊണ്ടല്ലേ. അമ്മയ്ക്കൊന്നും ചെയ്യാൻ വയ്യേ? മോളു, അമ്മേ, അമ്മയ്ക്കൊന്നും ചെയ്യാൻ വയ്യ അമ്മേ. അച്ഛൻ ചുമ്മാ പറയുന്നതല്ലേ. ഈ ജോലിയൊക്കെ അമ്മയ്ക്കും ചെയ്യാൻ പറ്റൂലോ. വിജയേട്ടൻ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ചെയ്തോളാം. എടി ഡോക്ടർ എന്താ പറഞ്ഞത്? ആദ്യത്തെ ആയതുകൊണ്ട് സൂക്ഷിക്കണമെന്നല്ലേ? അതും ഏജ് ഇത്രയായ അവസ്ഥയിൽ. ഞാൻ എത്ര നാളായിട്ട് പറയുന്ന ഒരു സെർവന്റിനെ വെക്കാൻ വിജയേട്ടൻ അന്വേഷിച്ചോ? ഞാൻ അന്വേഷിക്കേണ്ടതാണോടി? കിട്ടണ്ടേ? ഷാജി, ആ ഞാനൊരു സെർവന്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, മറന്നുപോയോ? ഞാൻ അന്വേഷിക്കുന്നുണ്ട് സാറേ. എത്ര നാളായിടോ താനിത് പറയാൻ തുടങ്ങിയിട്ട്? എന്തിനും ഒരു സമയപരിധിയൊക്കെ ഇല്ലേ? ഇത്തവണ ഞാൻ ശരിയാക്കി തരാം വിജയ് സാറേ. ശരിയാക്കും എന്ന് പറയുന്നതല്ല. ഞാൻ ഏറ്റെന്ന് സാറ് ധൈര്യമായിട്ടിരിക്കേ. വിജയൻ സാറിന് എന്താ വേലക്കാരി കൊണ്ട് ഇത്ര അത്യാവശ്യം? ഇത്ര നാളും വേണ്ടായിരുന്നല്ലോ. വൈഫ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ വീട്ടുജോലിക്ക് ആരെങ്കിലും വച്ചില്ലെങ്കിൽ ശരിയാവില്ല. ടീച്ചിങ്ങും വീട്ടുജോലിയും എല്ലാം കൂടി ചെയ്യുന്നത് ബുദ്ധിമുട്ടാവേ. അതൊന്നും കുഴപ്പമില്ല വിജയൻ സാറേ. ഒരു 5-6 മാസം വരെ ഈസി ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റും. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യണമെന്നാ. ഇതങ്ങനെയല്ലല്ലോ, ആദ്യത്തേതല്ലേ, അതിൻ്റെതായ ചില. ആദ്യത്തേതോ? അപ്പൊ ജാനിമോളോ? അതിപ്പം വർഷാറ് കഴിഞ്ഞില്ലേ. നമ്മൾ സൂക്ഷിക്കാനുള്ള സൂക്ഷിക്കണ്ടേ? വല്ലതും വന്നു പോയി കഴിഞ്ഞാൽ ഞാനൊരുത്തനല്ലേ ഉള്ളൂ താങ്ങാൻ. ആദ്യത്തെ സുഖപ്രസവമായിരുന്നല്ലോ. സിസേറിയൻ. അതല്ലേ ഞാൻ ഈ പറയുന്നേ. ആദ്യത്തെ സിസേറിയൻ ആണെങ്കിൽ രണ്ടാമത്തെ അങ്ങനെ തന്നെ ആയിരിക്കും. പറഞ്ഞു കൊടുക്ക സുമതി സാറേ, വിവരമുള്ളവർക്കറിയാം സിസേറിയന്റെ സീരിയസ്നെസ്. ഒരു സെർവന്റ് ഉള്ളത് നല്ലതാ. വീട്ടുജോലിയാകുമ്പോ എന്തായാലും ഭാരം തൂക്കിയെടുക്കേണ്ടി വരും. ഒരു ബക്കറ്റ് വെള്ളമായിരിക്കും, അല്ലെങ്കിൽ അലക്കാൻ കുതിർത്ത് വെച്ച ഡ്രസ്സായിരിക്കും, ഒരു കലം ചോറായിരിക്കും. നമ്മൾ അറിയാതെ ഭാരം തൂക്കിയെടുത്തു പോവും. ഇപ്പൊ മനസ്സിലായല്ലോ. വിജയൻ സാറേ, അതുപോലെ തന്നെ മോളെ എടുക്കരുതെന്ന് പറയണം. അത് പ്രത്യേകം സൂക്ഷിക്കണം. കൊച്ചുകുട്ടി ആയതുകൊണ്ട് ഓടി വന്ന് മടി കയറി ഇരിക്കുകയും തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യും. അതൊക്കെ ഒഴിവാക്കണം. ഓ, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമല്ലേ? എന്ന് വെച്ച് മോളെ തീരെ അവഗണിക്കരുത്. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അവൾക്ക് വലിയ വിഷമാവും. സുമതി സാറിന് വില്ലേജിലെ ജോലിയേക്കാൾ ഇണങ്ങുന്നത് ഒരു മിഡ്വൈഫിന്റെ ജോലിയായിരുന്നു. വേണ്ട സാറേ, ആക്കല്ലേ. എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തന്നേ ഉള്ളൂ.
വിജയൻ സാറിന്റെ ഭാര്യ ഒന്ന് പ്രസവിച്ചല്ലേ, അവർക്കും കുറെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ, ഇല്ലേ വിജയ് സാറേ? ആ ശരിയാ, അവക്ക് കുറേയൊക്കെ അറിയാം. ആദ്യത്തെ പ്രസവമൊന്നും അല്ലല്ലോ. കഴിക്കുമോളെ? അമ്മേ എനിക്ക് മുറിച്ചു താ. നീ തനിയെ കഴിക്കുമോളെ. വേണ്ട, അമ്മ മുറിച്ചു താ. ഇനി കഴിച്ചു. അമ്മേ, നീ എങ്ങോട്ടേ പിടിച്ചു കയറുന്നേ? എനിക്ക് അമ്മയുടെ മടി ഇരിക്കണം. വേണ്ട, കസേരയിൽ ഇരുന്ന് കഴിച്ചാ മതി. ഞാൻ മടിയിൽ ഇരുന്നോട്ടെ അമ്മേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കസേരയിലോട്ട് ഇരുന്നേ. അമ്മേ, കൊച്ചെ, ചുമ്മാ കൊഞ്ചല്ലേ. അമ്മ മുറിച്ചു തരാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? വേണ്ട, എനിക്ക് അമ്മയുടെ മടി ഇരുന്നാ മതി. ഇത് ജാനി നിന്നോട്. എന്താ സൂക്ഷിച്ചൊരു നോട്ടം? ഒന്നുമില്ല. അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേടെ ചക്കരെ, അല്ലെങ്കിൽ മോളെ എടുത്ത് മടിയിലിരുത്തില്ലേ? ജാനി, ജാനി മോളെ, വേണ്ട, ഇവിടെ വാ മോളെ, ഇത് കഴിച്ചിട്ട് പോ. എനിക്ക് ഒന്നും വേണ്ട. ജാനിക്കുട്ടി, മോള് വാ, അച്ഛന്റെ മടിയിൽ വന്നിരിക്കേ. അച്ഛൻ മോൾക്ക് വാരി തരാലോ. എനിക്ക് വേണ്ട. ജാനി, അവളുടെ വാശി. ഇത്ര കൊച്ചിനെ ഇത്രയും വാശി കൊള്ളില്ല വിജയേട്ടാ. നീ ചെന്ന് വിളിച്ചാ മതി, വരും. നീ മടിയിലെടുത്താതെന്റെ കെറുവാ. വിജയേട്ടന് അറിയാലോ, എനിക്ക് അത്രയും വലിയ കൊച്ചിനെ എടുത്ത് മടി വെക്കാൻ പറ്റുമോ? ഡോക്ടർ എന്താ പറഞ്ഞേക്കുന്നത്? എടി, ആ കാര്യം അവളോട് ഇത്ര സൗമ്യമായിട്ട് പറഞ്ഞൂടെ? എനിക്ക് വയ്യെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വിജയേട്ടാ. അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്. അവൾക്ക് വിശക്കുമ്പോ വന്ന് കഴിച്ചോളും. വിജയേട്ടന് അതോർത്ത് തലമുണ്ടാക്കണ്ട. എന്താ? ഏയ്, ഒന്നുമില്ല. വിജയേട്ടാ, ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം അമ്മയൊന്ന് വിളിച്ച് പറയണ്ടേ? ഏതമ്മേ? കരുനാഗപ്പള്ളിയില് എന്റെ അമ്മേ. നീയല്ലേ മുമ്പൊരിക്കൽ പറഞ്ഞത് സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നും വേണ്ടെന്ന്? അത് വിജയേട്ട മുദ്രപത്രത്തിൽ എഴുതി എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ? തുറിച്ചു നോക്കണ്ട. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞുന്ന് വെച്ച് എന്റെ അമ്മയും കൂടപ്പിറപ്പുകളെ ഉപേക്ഷിച്ചു എന്നല്ല അർത്ഥം. ഇപ്പൊ മനസ്സിലായി. നിനക്ക് നിന്റെ അഭിപ്രായങ്ങളും വാഗ്ദാനങ്ങളൊക്കെ മാറ്റിമറിക്കാൻ ഒരൊറ്റ നിമിഷം മതിയെന്ന്. ശേടാ, ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം കരുനാഗപ്പള്ളി വിളിച്ച് എന്റെ അമ്മയോട് പറഞ്ഞ ആകാശം ഇടിഞ്ഞു വീഴോ? അതിലെന്താ വാക്കുവ്യത്യാസം? അമ്മയുടെ മുമ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ പ്രസവിക്കാൻ കഴിയാത്ത മകളായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ കേട്ടിട്ടുള്ള കുത്തുവാക്കിനും സഹിച്ച അപമാനത്തിനും കണക്കില്ല. എന്നിട്ടിപ്പോ എല്ലാ യോഗ്യതകളും തിരഞ്ഞൊരു സ്ത്രീയാണ് ഞാനുമെന്ന് ബോധ്യപ്പെടുത്താൻ ഒരവസരം കിട്ടിയപ്പോ ഞാനത് പറയണ്ടേ? അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. നിന്റെ അമ്മയോട് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, എന്റെ അമ്മയോട് പറയണ്ടല്ലോ. അത് വിജയേട്ടന്റെ ഇഷ്ടം. ആ, എന്റെ ഇഷ്ടത്തിനാണോ ഞാൻ എന്റെ അമ്മയെ ആ വീട് ഉപേക്ഷിച്ചുകൊണ്ട് ചേർത്തലേക്ക് ട്രാൻസ്ഫർ ആക്കി പോകുന്നത്? ഇത്ര പറയാൻ ഇവിടെ എന്തുണ്ടായി? ആ, ഒന്നും ഉണ്ടായില്ല. അമ്മേ, അമ്മേ, അമ്മ ഇവിടെ ഇരിക്കുകയാണോ? അമ്മയ്ക്ക് ഫോണുണ്ട്. ആരാടി? രത്നമ്മ. എന്താ വിശേഷം? അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ എന്നോടൊന്നും പറയാറില്ലല്ലോ. അമ്മ ചെല്ല്, ഹോൾഡ് ചെയ്യാ.
വെയിലാറി, ഇനി ഇത് വാരി വെച്ചേരെ. ഉം. ഹലോ ഹലോ. അമ്മ ഇത് എവിടെ പോയി കിടക്കുക? എത്ര നേരം ഞാൻ ഹോൾഡ് ചെയ്യുന്നു? STD അല്ലേ അമ്മേ? ഞാൻ മുറ്റത്തുണ്ടായിരുന്നു. നീ എന്തിനാ വിളിച്ചെന്ന് പറ. അമ്മയോട് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ടായിരുന്നു. ഓ, നിനക്കും ചേർത്തലേക്ക് മാറ്റം കിട്ടി കാണുമായിരിക്കും. അതോ ശമ്പളം കൂട്ടിയോ? അതൊന്നും അല്ലമ്മേ. ഓ, നിന്റെ ദത്തുപുത്രയ്ക്ക് സ്കൂളിൽ നിന്ന് വല്ല സമ്മാനവും കിട്ടി കാണുമായിരിക്കും. അത് മതിയല്ലോ നിനക്ക് തുള്ളിച്ചാടാൻ. എനിക്ക് ആകെ കൂടി ഈ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളോ? വിജയന് പ്രമോഷൻ കിട്ടി കാണുമായിരിക്കും. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊന്നും കാണുന്നില്ല. അമ്മേ, നീ പറയടി. ഞങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തെ കാത്തിരിപ്പിന് ഫലം ഉണ്ടാവാൻ പോന്നു. 10 വർഷത്തെ കാത്തിരിപ്പോ? അതെന്തോന്ന് കാത്തിരിപ്പാ? എന്തുവാടി? ഒന്നൂടെ പറഞ്ഞേ. ഇനി പറയൂല. പറഞ്ഞതൊന്ന് റീവൈൻഡ് ചെയ്ത് കേട്ടു നോക്ക്. എടി രത്നമ്മേ, നേരാണോ മോളെ? അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. സത്യമാണോടി? ഉറപ്പാണോ? അതേന്നേ. എന്റെ ഈശ്വര. ഞങ്ങള് ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കണ്ടു, ചെക്കപ്പ് ചെയ്തു. പോസിറ്റീവാണെന്ന് അറിഞ്ഞു. ഇത്രയും പോരെ? എന്റെ ഗുരുവായൂരപ്പ, ഇനി എനിക്ക് എന്താ വേണ്ടേ? മതിയല്ലോ. അയ്യോ, എന്താ അമ്മേ, എന്തു പറ്റി? എടി രത്നമ്മയ്ക്ക് വിശേഷമുണ്ടെന്ന്. 10 കൊല്ലം കാത്തിരുന്നിട്ട് എന്തൊരു അത്ഭുതമാ. എന്റെ ഈശ്വരന്മാരെ. ചന്ദ്രൻ എന്തേടി? സുനിതയെ വിളിക്ക്, എല്ലാരും അറിയട്ടെ. എല്ലാരോടും പറ. കട്ടായോ അമ്മേ? ഇല്ല ഇല്ല, ഇങ്ങിതാ. ഞാൻ ചന്ദ്രൻ എവിടെ നോക്കട്ടെ. ചന്ദ്ര. ഹലോ ചേച്ചി. രത്നമ്മേ. ചില്ലറയില്ല, 2 രൂപ പിന്നെ തരാം. പിന്നെ തരാന്നോ? താൻ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. എന്റെ അമ്മേ, അത് വേണ്ട. ഒന്ന് വരുന്നുണ്ടോ? എടി ബാക്കി കിട്ടണ്ടേടി. പിച്ചക്കണക്ക് പറയല്ലേ അമ്മേ. അതെ, നിങ്ങൾ പോയിക്കോ. സഞ്ചിത്തോട്ടെ. വാ. 2 രൂപ എന്ന് പറഞ്ഞ നിനക്കൊക്കെ നിസ്സാരമായിരിക്കും അല്ലേ? ഈ 2 രൂപ ലാഭിക്കാൻ വേണ്ടി നിന്റെ കെട്ടിയോൻ കായംകുളത്തുനിന്ന് കരുനാഗപ്പള്ളി വരെ നടന്നിട്ടുണ്ട്. അതറിയോ നിനക്ക്? ആ കാലമൊക്കെ പോയില്ലേ അമ്മേ? പൈസക്ക് വിലയില്ലാത്ത കാലമാണല്ലോ ഇത്, അല്ലേടി? അമ്മേ, ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, ഇനി എനിക്കെന്ത് വിശേഷം? ഇപ്പൊ ഇവിടെയല്ലേ വിശേഷം.
എന്റെ മോളെ, നിന്റെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഒടുവിൽ ഫലമുണ്ടായല്ലോ. ഈശ്വരാനുഗ്രഹം എന്നല്ലാതെ എന്താ പറയണ്ടേ? ഞാൻ പണ്ടും പറയാറില്ലായിരുന്നോടി അമ്പലപ്പുഴ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ. അന്നേരം വസുമതിയുടെ കളിയാക്കലും മച്ചിപ്പശുവിന് തൊഴുത്തു മാറ്റി കെട്ടിയ പ്രസവിക്കുവോന്ന്. ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ഇത് ചേർത്തല ഭഗവതി കനിഞ്ഞു തന്നു വരദാനമ്മേ. ഞാൻ എത്ര വട്ടം ആ തിരുമുമ്പിൽ ചെന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. നീ വിവരം പറഞ്ഞപ്പോഴേ ഞങ്ങളിങ്ങി പോന്നു. എനിക്ക് പിന്നെ നിന്നെ ഒന്നും കാണാതെ അവിടെ ഇരിക്കപ്പുറതിയുണ്ടോ? നിനക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഒരു കുഴപ്പമില്ല ചേച്ചി. വിജയൻ എന്തി? പുറത്തോട്ട് പോയതാ. കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഒഴിവ് ദിവസമല്ലേ അതൊക്കെ നടക്കൂ. വസുമതിയെ അറിയിച്ചോടി? ഞാൻ വിജയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ അറിയിക്കട്ടെ. ആ, നീ ഞങ്ങൾ ഇവിടെ തന്നെ നിർത്തി തിരിച്ചുവിടാനാണോ പ്ലാൻ? അയ്യോ ചേച്ചി വാ, അമ്മേ വാ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ ഇവള് ചോദിച്ച ചോദ്യം എന്താന്ന് അറിയുമോ പ്രീതേ? അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയേന്ന്, ആരും ക്ഷണിച്ചില്ലായിരുന്നല്ലോന്ന്. അമ്മ അതൊക്കെ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുകയാണോ? അമ്മേ